കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ വീഴ്ച കരാർ കമ്പനിക്കെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. മണ്ണും അവശിഷ്ടങ്ങളും നീക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം പാലിച്ചില്ല. ആവശ്യപ്പെട്ടത് മെയ് അവസാനവും ജൂൺ ആദ്യവും. ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. തെരച്ചിൽ തുടരുന്നു. കള്ളാടി ദുരന്തത്തിൽ തങ്ങളുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് കരാർ കമ്പനി അധികൃതർ. ഉരുൾപൊട്ടാൻ കാരണം അതിതീവ്ര മഴ. പ്രഭവ കേന്ദ്രം നിർമ്മാണ മേഖലയ്ക്ക് പുറത്ത്. നിർമ്മാണ പിഴവില്ല. പ്രദേശം ഇപ്പോഴും സുരക്ഷിതം. ജൂൺ പാതി മുതൽ തുരങ്കപാത നിർമ്മാണം നിർത്തിവച്ചിരുന്നെന്നും വിശദീകരണം. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ന്യൂസ് 18 വീരമലക്കുന്നിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച അപകടാവസ്ഥ റിപ്പോർട്ട് ചെയ്തത്. ദിവസങ്ങൾ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴും അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അരികെയുള്ള അപകടം ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയെടുക്കാത്ത അധികാരികളുടെ ശ്രദ്ധയ്ക്ക്. കാസർകോട്ടെ വീരമലക്കുന്നിനെ ദുരന്ത ഭൂമിയാക്കരുത്. മണ്ണിടിയാൻ തുടങ്ങിയിട്ട് ഒരു വർഷം. മഴ കനത്തതോടെ ഉറക്കമില്ലാതെ പരിസര പ്രദേശങ്ങൾ. നിർമ്മാണ കമ്പനിക്കും അധികൃതർക്കും നിസ്സംഗത. വിവാദമായ ആറന്മുള വിമാനത്താവള പദ്ധതി വീണ്ടും സജീവം. സ്ഥലം കണ്ടെത്തുന്നതിനുള്ള ഡ്രോൺ സർവേ നടപടികൾ പൂർത്തിയായി. അനുമതി ലഭിച്ചാലുടൻ നിർമ്മാണമെന്ന് മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ഉടമ എബ്രഹാം കലമണ്ണിൽ. വിഴിഞ്ഞം വിഷയത്തിൽ CPM-ലെ ഭിന്നത പുറത്തേക്ക്. ദിവ്യ എസ് അയ്യരെ അനുകൂലിച്ച കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ തള്ളി PK ശ്രീമതിയും. ശ്രീമതിയുടെ പരസ്യ പ്രതികരണം. EP ജയരാജനും KK ശൈലജയും KK രാഗേഷിനെ തള്ളിയതിന് പിന്നാലെ പാർട്ടിയിലെ എല്ലാവരും ഒരേ തട്ടിലെന്ന് AK ബാലൻ. കോൺഗ്രസിൽ വീണ്ടും നിയമന വിവാദം. SFI നേതാവ് ജയോണ ജെയിംസിനെ ഗവൺമെന്റ് പ്ലീഡറാക്കിയതിനെതിരെ മുഖ്യമന്ത്രിക്ക് KSUവിന്റെ പരാതി. പരാതി നൽകിയവരിൽ അബിൻ വർക്കി MLA-യും. കത്തിന്റെ പകർപ്പ് ന്യൂസ് 18. BJP-യിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ നേതൃത്വം രഹസ്യമാക്കി വെച്ച കത്ത് പുറത്ത്. 3 നേതാക്കൾക്കെതിരെ നടപടിയെടുത്തത് 7-ാം തീയതി. സർക്കുലർ സംസ്ഥാന സെക്രട്ടറിയെയും സംസ്ഥാന കമ്മിറ്റി അംഗത്തെയും തിരുവനന്തപുരം മേഖലാ സെക്രട്ടറിയെയും എല്ലാവിധ സംഘടനാ ചുമതലകളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട്. കോറോ ഹെൽത്തിലെ പിരിച്ചുവിടലിനെ ന്യായീകരിച്ച കമ്പനി. രാജ്യാന്തര തലത്തിലെ സാമ്പത്തിക പ്രതിസന്ധി തിരിച്ചടിയായെന്ന് വിശദീകരണം. കേരളത്തിന് പുറത്ത് മറ്റ് സ്ഥലങ്ങളിൽ പിരിച്ചുവിട്ടിരുന്നു. തീരുമാനം മാറ്റണമെന്ന് മന്ത്രി. സമവായമാകാതെ സർക്കാരുമായുള്ള ചർച്ച. രാഷ്ട്രീയ പ്രചാരണ യാത്രയ്ക്കിടെ 41 പേർ മരിച്ച ദുരന്തമുണ്ടായ കരൂരിൽ തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ്. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യ സന്ദർശനം കറുപ്പ് വസ്ത്രമണിഞ്ഞ്. മരിച്ചവരുടെ ബന്ധുക്കൾക്കുമായി കൂടിക്കാഴ്ച. ആശ്രിതർക്ക് സർക്കാർ ജോലിക്കുള്ള ഉത്തരവ് കൈമാറും. വിജയ് കടന്നുപോയ വഴിയിൽ തിങ്ങിക്കൂടി ജനം. പാതിവഴിയിൽ വിമാനം മാറിക്കയറി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാരണം ഇറാന്റെ വധഭീഷണി എന്ന് വിശദീകരണം. തുർക്കിയിൽ വെച്ച് ട്രംപ് ഇറങ്ങിയത് ഖത്തർ സമ്മാനിച്ച പുത്തൻ എയർഫോഴ്സ് 1-ൽ നിന്ന്. ഭീഷണിയുണ്ടെന്ന് ഇന്റലിജൻസ് വിവരം ധരിപ്പിച്ച ഇസ്രായേൽ. ഇറാനിൽ തുടർച്ചയായ 3-ാം ദിവസവും ആക്രമണം. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് യൂറോപ്യൻ ഭീമന്മാരുടെ പോരാട്ടം. സെമി ഫൈനൽ ലക്ഷ്യമിട്ട് സ്പെയിനും ബെൽജിയവും. സോഫി സ്റ്റേഡിയത്തിൽ രാത്രി 12:30 മത്സരം.